ജോബിലെ സൈഡിൽ ഇന്റെ വേറൊരു ദിവസമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇന്റെ പൂജ്യം മിനിറ്റ് അതേപോലെ തന്നെയാണ്, ഒരു പണിയില്ല. അതുകൊണ്ട് കാലങ്ങളായിട്ട് പൊടി പിടിച്ചെടുക്കണം. ഇന്റെ റൂമിൽ ഞാൻ മുഴുവനായിട്ട് പൊടിയായിട്ട് അപ്പോഴാണ് ഞാൻ കസിൻ വിളിച്ച് പറയണം നോക്ക് ഫുൾ A+ കിട്ടിയെന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ എവിടെ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നല്ല ഡ്രസ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇനി മുതൽ ആ പേടി വേണ്ട. ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു, ത്രിഫ്റ്റി ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പേജിന് ഒരു വ്യവസായത്തിന്റെ ഭാഗമായിട്ട് ഒരു 99 രൂപയ്ക്ക് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ മെയ് 18 വരെയാണ് ഈ ഓഫർ സെയിൽ നടക്കുന്നത്. അപ്പൊ ഡെയിലി ഓരോ സ്റ്റോറിയിൽ 100ന്റെ മേലെ ജാക്കറ്റ് പോലെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ 500ന്റെ മേലെ ജാക്കറ്റ് പോലെ സ്റ്റോക്ക് കൊടുക്കണം. അവിടെ കിട്ടില്ല എന്നുള്ള പേടിയാണ്. അപ്പൊ 99 രൂപയ്ക്ക് എങ്ങനെ ജാക്കറ്റ് കിട്ടാന്ന് അറിയണം. അതിന് വേണ്ടി ത്രിഫ്റ്റി ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്തിട്ട് ഓഫർ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ പേജ് അടിയിൽ മെൻഷൻ ചെയ്തു. പക്ഷെ നമ്മൾ ജാക്കറ്റ് ഇട്ടല്ല പരിപാടിക്ക് നമ്മൾ നേരെ കസിന്റെ വീട്ടിൽ എത്തി. അവിടെ ചെറിയൊരു സൽക്കാരം നടക്കണേ. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ A+. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത് കേക്ക് മുറിച്ചാൻ പോവാണ്. ഈ കേക്ക് ഒക്കെ ഇവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ ഫുൾ A+ കിട്ടി നമ്മൾ കേക്ക് ഒക്കെ മുറിച്ചാണ് സെലിബ്രേറ്റ് ചെയ്ത്. എല്ലാരും അവിടെ കേക്ക് നോക്കുന്ന ടൈമിൽ എനിക്ക് മാത്രം കിട്ടിയില്ല. പക്ഷേ ഈ ചങ്ങായിക്കിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിട്ടോ എനിക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഈ കുട്ടി കുരിപ്പിനെ കടയിൽ കൊണ്ടുപോയി. കിൻഡർ ജോയ് ഇല്ലാത്ത ഓനി കടയിൽ നിന്ന് ഇറങ്ങൂല. ലാസ്റ്റ് ചെക്കന് സാധനം കിട്ടി. പെട്ടെന്നാണ് ഒറ്റ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടോ. നമ്മൾ നേരെ കോഴിക്കോട് പോവാണ്. ഇപ്രാവശ്യം ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി നേരെ കക്കാടംപോയിൽ വൈക്കൂടാണ് പോണ. വണ്ടിന്റെ മുമ്പ് എന്തോ ഒരു ഒച്ചവിളിയൊക്കെ കേൾക്കണം. പക്ഷെ വണ്ടി ഫുൾ കണ്ടീഷൻ. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോ നമ്മൾ നേരെ കോഴിക്കോട് കണ്ടത്. ഇന്ന് ബീച്ചിൽ പള്ളിപ്പെരുന്നാളാണ് ചെറിയ ഡൗട്ട്. നമ്മളാദ്യം തന്നെ ചായ കുടിച്ചാൻ വേണ്ടി പോയി. ഇവിടുത്തെ ചായക്കടക്കാരൻ വേറെ ലാംഗ്വേജിലാണ് പ്രപ്പോസ് ചെയ്തത്. കുറച്ചേരായിക്കൂടെ തെണ്ടിയാണ് തിന്നാൻ പറ്റുന്നൊക്കെ തിന്നു. ഇന്റപ്പിന്റെ കാക്കമാരുടെ നമുക്ക് പൈസ ഒരു വിഷയമേ അല്ല. ഈ സിപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കുറെ ദിവസമായി കാണാൻ തുടങ്ങി. പക്ഷെ കുടിച്ചു നോക്കിയപ്പോ സാധനം വേറെ ലെവൽ ടേസ്റ്റ്. പിന്നെ ഒരു മൂലൊക്കെ മണ്ണടിച്ചിരിക്കുമ്പോഴാണ് ഒരു മച്ചാൻ വരും. അന്നെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്താണ് മുന്നിൽ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ആരെ കാണണ്ടെന്നൊക്കെ ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യനോട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പെരടിക്ക് രണ്ട് കൊട്ടും കൊട്ടി മൂപ്പര് നീ ഇന്റെ മൂഞ്ചി ചെറിയ കണ്ടപ്പോ തന്നെ മൂപ്പർക്ക് മനസ്സിലായി ഞാൻ ഒരു പൊട്ടനാണ്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി സീരിയസ്. പക്ഷെ ലാസ്റ്റ് മൂപ്പരന്റെ തോൽവി സമ്മതിച്ചു. എനിക്ക് ചിന്തിച്ചാലുള്ള ബുദ്ധി പോലും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ T&T വന്നു. ഇന്ന് എനിക്ക് 90K ഫോളോവേഴ്സ് ആവാൻ അതിന്റെ ചെലവാണ്. എല്ലാരും കൂടി ഒത്തുപിടിച്ചാൽ മതി. 100K ഒക്കെ സുഖമായിട്ട് അടിച്ചാൽ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാരും പറയണൊക്കെ ഇവിടുത്തെ മാങ്ങ നൈസാണ്. നൈസായിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യത്തിന് വാങ്ങി. അപ്പൊ ശരി, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.